അപ്പം ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ 3rd ചാപ്റ്ററായ 1000 എന്നുള്ളതിലെ ബാക്കി ഭാഗമാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് കാർഡ് കളി. അടുത്ത എന്താണ് കാർഡ് കളി. സംഖ്യാ കാർഡ് കളിയിൽ ഞാനുമുണ്ടെന്ന് ഈ മാങ്കുട്ടി പറയുകയാണല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും 4 കാർഡുകൾ വീതം കൊടുക്കും. അക്കങ്ങൾ ആവർത്തിക്കാതെ ഏറ്റവും കൂടുതൽ 3 അക്ക സംഖ്യകൾ ഉണ്ടാക്കുന്ന ആളെ വിജയിക്കുക. മണിയൻ ഉറുമ്പിന് കിട്ടിയ കാർഡുകൾ നോക്കൂ, ഒരു 4 കാർഡാണ് കൊടുത്തത് അല്ലേ. അപ്പോൾ അക്കങ്ങൾ ആവർത്തിക്കുക ഏറ്റവും കൂടുതൽ 3 അക്ക സംഖ്യ ഉണ്ടാക്കുന്ന ആളെ ജയിക്കാറില്ലേ. അപ്പോൾ 9, 3, 2, 5 ആണ് അല്ലേ. അപ്പോൾ ഏതൊക്കെ 3 അക്ക സംഖ്യകളായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക? ഏറ്റവും വലിയതാണ് അല്ലേ, ഏറ്റവും കൂടുതൽ 3 അക്ക സംഖ്യ ഉണ്ടാക്കുന്ന ആളെ വിജയിക്കുക എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് 932 എന്ന് എഴുതാം. പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം 935 എന്ന് എഴുതാം. പിന്നെ 923 എന്ന് എഴുതാം. പിന്നെ 925 എന്ന് എഴുതാം. പിന്നെ 953 എന്ന് എഴുതാം. 952 എന്ന് എഴുതാം. പിന്നെ 925 പറഞ്ഞു അല്ലേ. പിന്നെ 53 പറഞ്ഞു, 935 പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് 392 എന്ന് എഴുതാം. പിന്നെ 329 എന്ന് എഴുതാം. 325 എന്ന് എഴുതാം. പിന്നെ 352 എന്ന് എഴുതാം. അങ്ങനെ എഴുതാം. അടുത്തത് എങ്ങനെ എഴുതാം? 239 എന്ന് എഴുതാം. 293 എന്ന് എഴുതാം. പിന്നെ 235 എന്ന് എഴുതാം. 253 എന്ന് എഴുതാം. 295 എന്ന് എഴുതാം. 259 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ എഴുതാം അല്ലേ. ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ഏറ്റവും ചെറിയ സംഖ്യയാണ് ഏതാണെന്ന് ചോദിച്ചാൽ. അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ ഏതായിരിക്കും? 953 ആണ് ഏറ്റവും വലിയ സംഖ്യ അല്ലേ. ഏറ്റവും ചെറിയ സംഖ്യ ഏതായിരിക്കും? 235 അല്ലേ. അതാണ് ഇവിടെ വരിക കേട്ടോ. ഏറ്റവും ചെറിയ സംഖ്യ അബാക്കസിൽ എഴുതാനാണ്. അപ്പോൾ 255 അല്ലേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ എഴുതാം? ഇവിടെ നമുക്ക് കൊടുക്കാം അല്ലേ. 255 ആകുമ്പോൾ 235 അല്ലേ. 235 ആകുമ്പോൾ 100 രണ്ടെണ്ണം വരും. ഓക്കെ, 100 രണ്ടെണ്ണം വരും. പിന്നെ 30 അല്ലേ, 10ന്റെ 3 വരും. 1, 2, 3 അല്ലേ. പിന്നെ 1ന്റെ എത്ര 5 വരും കേട്ടോ. 1, 2, 3, പിന്നെ 4, 5 അല്ലേ. ഇങ്ങനെയാണ് അബാക്കസ് ചെയ്തിട്ട് ഏറ്റവും ചെറുത് ഏതാന്ന് വെച്ചാൽ. ഓക്കെ, ദെൻ അടുത്തത് എന്താണെന്ന് നോക്കിയേ. തുടർച്ചയായ 2 സംഖ്യകളുടെ തുകയുടെ പ്രത്യേകത എന്താണ്? തുടർച്ചയായ 2 സംഖ്യകളുടെ തുകയുടെ പ്രത്യേകത 1 + 2 3. 2 + 3 എന്താ? 5. 5 + 6 എത്രയാ? 11. 6 + 7 എത്രയാ? അതൊക്കെ തുടർച്ചയായ സംഖ്യയാണ്. ഇപ്പോൾ 5ന്റെ കൂടുതൽ എന്താ? 6 അല്ലേ. 5, 6, 6, 7, 7, 8, പിന്നെ 9, 10 അല്ലേ. അങ്ങനെയൊക്കെ പറയും അല്ലേ. അപ്പോൾ 1 + 2 പറയുമ്പോൾ 3, 2 + 3 പറയുമ്പോൾ എന്താണ്? 5 അല്ലേ. അപ്പോൾ 3, 5 ആണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ 5 + 6 എന്ന് പറയുമ്പോൾ എത്രയാണ്? 11 അല്ലേ. 6 + 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6ഉം 7ഉം കൂട്ടിയ എത്രയാണ്? 13 അല്ലേ. 5 + 6 11, 6ഉം 7ഉം കൂട്ടിയ എത്രയാണ്? 13 അല്ലേ. അപ്പോൾ കൂടുതൽ ഉദാഹരണങ്ങൾ ചെയ്ത് പ്രത്യേകത കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇനി നിങ്ങൾ എന്താണ് 10ഉം 11 എടുക്കുക, അത് കൂട്ടുക. പിന്നെ 11ഉം 12ഉം കൂട്ടി വെക്കുക. 5, 6, 6, 7 അല്ല. അപ്പോൾ ഇങ്ങനെ കൂട്ടേണ്ടി വരും അല്ലേ. 10ഉം 11 എടുക്കുകയാണെങ്കിൽ 11ഉം 12 എടുക്കുക കേട്ടോ. പിന്നെ 20ഉം 21 എടുക്കുകയാണെങ്കിൽ 21ഉം 22 എടുക്കുക കേട്ടോ. എടുത്ത സംഖ്യ അതിൻ്റെ തൊട്ടടുത്ത സംഖ്യ അല്ലേ. അപ്പം അതിൻ്റെ പ്രത്യേകത എന്താണ്? 2 ഒറ്റ സംഖ്യകളുടെ തുകയുടെ എന്താണ്? അത് കൂട്ടിയ ഒക്കെ ഒറ്റ സംഖ്യകളാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഈ 2 ഒറ്റ സംഖ്യകളുടെ തുകയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെ എന്താണ്? 2 ഒറ്റക്ക സംഖ്യകളാണ് അല്ലേ. 2 ഒറ്റ സംഖ്യയുടെ തുകയുടെ പ്രത്യേകത എന്താണ് 2 ഒറ്റക്ക സംഖ്യകളുടെ പ്രത്യേകത? അപ്പോൾ ഒറ്റ സംഖ്യ എടുക്കുമ്പോൾ 1ഉം 3ഉം. അപ്പോൾ അതിൻ്റെ തുക എത്രയാ? 4 അല്ലേ. ഇനി 5ഉം 7ഉം 12. അപ്പോൾ ആ തുക എപ്പോഴും എന്താണ്? ഇരട്ട സംഖ്യ ആയിട്ടാണ് വരും അല്ലേ. 2 ഒറ്റ സംഖ്യകളുടെ തുക എപ്പോഴും എന്താണ്? ഇരട്ട സംഖ്യയാണ് അല്ലേ. ഇനി 2 ഇരട്ട സംഖ്യകളുടെ തുക 2ഉം 4ഉം എത്രയാണ്? 6. പിന്നെ 4ഉം 6ഉം എത്രയാണ്? 10. ഒക്കെ എന്താണ്? അതും ഇരട്ട സംഖ്യയാണ് അല്ലേ. അപ്പോൾ 2 ഒറ്റ സംഖ്യകളുടെ തുക ആണെങ്കിൽ ഇരട്ട സംഖ്യ തന്നെയാണ് വരിക. 2 ഇരട്ട സംഖ്യകളുടെ തുക എന്താണ്? ഒറ്റ സംഖ്യ തന്നെ വരിക അല്ലേ. ഓക്കെ, ദെൻ 6ഉം 60ഉം 600ഉം ചേർന്നാൽ എത്രയാണെന്ന് വെച്ചല്ലേ. അപ്പോൾ 600ഉം 60, 660ഉം 660, 6, 666 ആണ് കേട്ടോ. 6, 6, 6 കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ വരിക? 666 ആണ് വരിക കേട്ടോ.
ഓക്കെ. 8 നൂറുകൾ ചേർന്ന സംഖ്യ എത്ര പത്തുകൾ ചേർന്നതിന് തുല്യമാണെന്ന് വെച്ചിരിക്കുന്നത്. 8 നൂറുകൾ ചേർന്ന സംഖ്യ, 8 നൂറുകൾ എന്ന് പറയുമ്പോൾ എത്രയാണ്? 800 അല്ലേ. അവ എത്ര പത്തുകൾ ചേർന്നാണ്? 80 പത്തുകൾ അല്ലേ. 8 നൂറ് പറഞ്ഞാൽ 800 അല്ലേ. അപ്പൊ എത്ര പത്തുകൾ ചേർന്നതിന് തുല്യം? അത് 80 പത്തുകൾ അല്ലേ. അപ്പൊ 80 പത്തുകളാണ് കേട്ടോ എഴുതേണ്ടത്. ഓക്കെ, മനസ്സിലായില്ല അല്ലേ. ദെൻ അടുത്തത് എന്താണ് നോക്കിയേ. വിലയിരുത്തൽ പ്രവർത്തനങ്ങളാണ് കേട്ടോ. 7 നൂറും 6 10ഉം 5 1ഉം ചേർത്ത് സംഖ്യ ഉണ്ടാക്കിയപ്പോൾ 675 എന്ന് എഴുതി. ശരിയായ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര? 7 നൂറും 6 10ഉം 5 1ഉം ചേർത്ത് സംഖ്യ ഉണ്ടാക്കിയപ്പോൾ എന്താണ്? സംഖ്യ 675 എഴുതിയേ. ശരിയാണോ? അല്ല, തെറ്റാണ് അല്ലേ. ശരിയായ സംഖ്യ ഏതാണ്? 700 പറഞ്ഞാൽ 700, 6 10 പറഞ്ഞാൽ 60. അപ്പൊ 700ഉം 60 760 അല്ലെ. 5 എന്ന് പറയുമ്പോൾ 760ഉം 5 എത്ര? 765 അല്ലെ. അപ്പൊ 765 ശരിയായ സംഖ്യ കേട്ടോ. എത്രയാണ്? 765 ശരിയായ സംഖ്യ വരുന്നത് കേട്ടോ. ഓക്കെ. ദെൻ 675ന്റെ കൂടെ എത്ര പത്തുകൾ ചേർത്താൽ ശരിയായ സംഖ്യ ആകും? 675ന്റെ കൂടെ എത്ര പത്തുകളാണ് ചേർക്കേണ്ടത്? അപ്പൊ 675 അല്ലെ. അതുപോലെ ഇത് രണ്ടും മൈനസ് ചെയ്ത് നോക്കാം കേട്ടോ. 765 കറക്റ്റ്. അപ്പൊ 675 അവർ പറഞ്ഞു. അപ്പൊ 765ന്റെ കൂട്ടത്തിൽ എന്താണ്? 675 നിങ്ങൾ മൈനസ് ചെയ്യുക. ഓക്കെ, മൈനസ് ചെയ്യുമ്പോൾ എന്താ? 5 5 പോയ 10 അല്ല 0 അല്ലെ. 5 5 പോയ 0, 7 6 പോകും, 6 7 പോകില്ല അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾ കടെടുക്കും. അപ്പൊ ഇവിടെ എത്രയായി? ഇവിടെ 6 ആവും, ഇവിടെ 16 ആവും അല്ലെ. അപ്പൊ 16 7 പോയ എത്രയാ? കൈ ചുരുട്ടി പിടിക്കുക, മടക്കി പിടിക്കുക. എന്നിട്ട് 7 കഴിഞ്ഞിട്ടുള്ള നമ്പർ മുതൽ 16 വരെ എണ്ണ അല്ലെ. 8 9 10 11 12 13 14 15 16 അല്ലെ. 9 അല്ലെ. അപ്പൊ ഇവിടെ 9 എന്ന് എഴുതാം. പിന്നെ 6 6 പോയ എത്രയാണ്? 0 അല്ലെ. അപ്പൊ 90 അല്ലെ. എന്താണ്? 90 നമുക്ക് കിട്ടേണ്ടത് അല്ലെ. അപ്പൊ ഇതിന്റെ കൂടെ എത്ര പത്തുകളാണ് ചേർത്താൽ ശരിയാ? 9 പത്തുകൾ അല്ലെ. 9 10 പറയുമ്പോൾ 90 അല്ലെ. അപ്പൊ 9 പത്തുകൾ ചേർത്താലാണിത് ഈ 765 ആവുക കേട്ടോ. അടുത്ത അബാക്കസിലെ 100ന്റെ സ്ഥാനത്ത് നിന്നും ഒരു മുത്തെടുത്ത് 10ന്റെ സ്ഥാനത്ത് ഇട്ടാൽ സംഖ്യ എത്ര കുറയുന്ന വെച്ചാൽ. അപ്പൊ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ അബാക്കസിലെ 100ന്റെ സ്ഥാനത്ത് നിന്ന് ഒരു മുത്തെടുക്കുക. 100ന്റെ സ്ഥാനം പറയുമ്പോൾ ഇത് അല്ലെ. ഈ 100ന്റെ സ്ഥാനത്ത് നിന്ന് ഈ മുത്ത് അങ്ങോട്ട് എന്താക്കുക? അബാക്കസിലെ 100ന്റെ സ്ഥാനത്തുള്ള ഈ ഒരു മുത്തെടുക്കുക. ഈ മുത്തെടുക്കുക. എന്നിട്ട് 10ന്റെ സ്ഥാനത്ത് അങ്ങോട്ട് ഇടുക. ഓക്കെ, ഇവിടെ 10 ഇട്ട് അല്ലേ. അപ്പോൾ സംഖ്യ എത്ര കുറയാന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്രയാണ്? ആദ്യം ഉണ്ടായിന് എത്രയാണ് അബാക്കസ് ഉള്ളത്? 400ഉം 10 രണ്ടെണ്ണം ഇല്ലേ. അപ്പൊ 400ഉം പിന്നെ 420ഉം 423 ആയിരുന്നു ഉണ്ടായിരുന്നത് ആദ്യം കേട്ടോ. 423 മൊത്തം ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ എന്താക്കിയവർ പറഞ്ഞു? എന്താ? 100ന്റെ സ്ഥാനത്ത് നിന്ന് ഒരു മുത്തെടുത്തിട്ട് 10 ഇടാൻ പറഞ്ഞു. അപ്പൊ എത്രയായി? 3 100 പറയുമ്പോൾ 300, 300ഉം 3 10 പറയുമ്പോൾ 30, 330, 333 ആയി അല്ലെ. 333 ഇപ്പോൾ ഉള്ളത് അല്ലെ. അപ്പോൾ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ് മക്കളെ? ഇപ്പം ഈ സംഖ്യ എത്ര കുറയും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ സംഖ്യ എത്ര കുറയും? ഇത് മൈനസ് ചെയ്യാം കേട്ടോ. അപ്പം 3 പോയ 0, പിന്നെ 2 3 പോകില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ കടെടുക്കുമ്പോൾ എന്തായി? ഇവിടെ 3 ആവും. വിട്ടിട്ട് എഴുതുക കേട്ടോ. പിന്നെ ഇവിടെ എത്രയായി? ഇവിടെ 12 ആവും അല്ലേ. 12 3 പോയ എത്രയാണ്? കൈ ചുരുട്ടി പിടിക്കുക. എന്നിട്ട് 3 മുതൽ കയ്യിലുള്ള നമ്പർ മുതൽ കേട്ടോ. 4 5 6 7 8 9 10 11 12 9 അല്ലേ. അപ്പോൾ എത്രയാണ്? 90 കിട്ടും കേട്ടോ. 3 പോയ 0 അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? എത്ര സംഖ്യ കുറയാ? 90 എന്താണ്? 90 എണ്ണം കുറയും അല്ലേ. ഇപ്പോഴത്തെ സംഖ്യ അതെ 333 അല്ലേ. അപ്പോൾ ഇവിടെ 333 എന്ന് എഴുതുക. ഇപ്പൊ ഇങ്ങനെ ഈ മുത്ത് ഇങ്ങനെ ഇതാക്കിയാൽ എത്ര കിട്ടുക? 333 അല്ലേ. ഈ മുത്ത് മാറ്റുമ്പോഴുള്ള സംഖ്യ അല്ല, ഇപ്പൊ ഉള്ള സംഖ്യ അബാക്കസിൽ ഇപ്പൊ ഉള്ള സംഖ്യ ഏതാണ്? ഇപ്പൊ ഉള്ള സംഖ്യ എന്ന് പറയുന്നത് എത്രയാ? 423 അല്ലേ. 423 ഇവിടെ വരുന്നത് കേട്ടോ. 423. പിന്നെന്താ? മുത്ത് മാറ്റുമ്പോഴുള്ള സംഖ്യ എത്രയാണ്? 333 അല്ലേ. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. 333. ഓക്കെ. അടുത്ത എന്താ ചോദ്യം നോക്കിയേ. 100ന്റെ സ്ഥാനത്ത് ഒരു മുത്ത് 1ന്റെ സ്ഥാനത്ത് ഇട്ട സംഖ്യ എത്ര കുറയും? ഇനി 100ന്റെ സ്ഥാനത്ത് ഒരു മുത്ത് എടുക്കുക.
എന്നിട്ട് എന്താക്കുക, 1ന്റെ സ്ഥാനത്ത് ഇടുക. അപ്പോൾ എത്ര കുറയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 100ന്റെ സ്ഥാനത്ത് പറയുമ്പോൾ ഈ മുത്ത് എടുക്കുക, 100ന്റെ സ്ഥാനത്തുള്ള ഈ മുത്ത് ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് എന്താക്കുക, 1ന്റെ സ്ഥാനത്ത് ഇടുക, ഇവിടെ ഇടുക. അപ്പോൾ എത്ര കുറയുക? അപ്പോൾ ഇത് എത്രയാണ് ആദ്യം ഉണ്ടായിരുന്നത്? എത്ര ഇനി 423 ഇനി ആദ്യം ഉണ്ടായിരുന്നത് അല്ലേ? 423 ആദ്യം ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ 100ന്റെ സ്ഥാനത്ത് നിന്ന് എടുത്തിട്ട് 1ന്റെ സ്ഥാനത്ത് ഇടുക അല്ലേ? അപ്പം എത്രയായി? 324 അല്ലേ? അപ്പം 324 അല്ലേ? അപ്പം എത്ര കുറയാന്ന് വെച്ചാൽ എത്രയാണ്? എത്ര കുറയാ? അത് മൈനസ് ചെയ്യുക അല്ലേ? 3 4 കുറച്ചാൽ കുറയില്ല. ഇവിടുന്ന് കൊണ്ട് കടെടുക്കുക. അപ്പോൾ ഇവിടെ 1 പിന്നെ ഇവിടെ എത്രയായി? 13 അല്ലേ? ഇവിടെ 13. ഇനി 13 4 പോയാൽ എത്രയാണ്? 9 അല്ലേ? 9. പിന്നെ 1 പോയില്ല. അപ്പോൾ ഇവിടുന്ന് കൊണ്ട് കടെടുക്കുക. അപ്പോൾ ഇവിടെ 3 ആവും, ഇവിടെ 3 ആവും, ഇവിടെ 11 ആവും കേട്ടോ. അപ്പോൾ 11 2 പോയാൽ എത്രയാ? 9 തന്നെ അല്ലേ? അപ്പോൾ 99 അല്ലേ? അപ്പോൾ ഇവിടെ എത്ര കുറയുക? 99 കുറയും അല്ലേ? 99 കുറയും. 99 കുറയുക കേട്ടോ. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ അല്ലേ എന്താ ചെയ്തതെന്നുള്ളത്? മനസ്സിലാക്കുക കേട്ടോ. ദെൻ അബാക്കസിൽ ഇപ്പോഴുള്ള മുത്തുകൾ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ ഏതാണെന്ന് വെച്ചാൽ, അബാക്കസിൽ ഇപ്പോഴുള്ള മുത്തുകൾ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ. അപ്പോൾ ഈ മുത്തുകളെല്ലാം കൂടി എന്താകും ഇങ്ങോട്ട് കൊണ്ടുവരിക അല്ലേ? അപ്പോൾ എത്ര മുത്തായി? 1 2 3 4 5 മുത്തുകളും കൂടി ഇവിടേക്ക് ഇടുക. അപ്പോൾ എത്ര? 5. മൊത്തം മുത്ത് 100ന്റെ സ്ഥാനത്ത് എത്രയായി? 5 6 7 8 9 900 അല്ലേ? 900 ഒക്കെ. ഇനി ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ ആയിരിക്കും എത്ര ആയിരിക്കും? മൂന്നക്ക സംഖ്യ അറിയുമ്പോൾ എന്താണ്? ബാക്കി ഇവിടെ എത്ര ഉണ്ട് നോക്കൂ. ഇവിടെ ഈ 2 മുത്തുകളും കൂടി ഇങ്ങോട്ട് ഇടുക അല്ലേ? അപ്പോൾ ഇവിടെ എത്ര മുത്തുകളുണ്ട്? ഇവിടെ 4 ഇവിടെ 2 6 അല്ലേ? അവിടെ 6 ഇടുക. അപ്പോൾ ഇവിടെ 6 ഇട്ടാൽ എത്രയായി? ബാക്കിയുള്ള 7 8 9 അല്ലേ? അപ്പം ഇവിടെ എന്താണ്? ഇവിടെ 9 അല്ലേ? ഇവിടെ 900, ഇവിടെ 9. ചെറിയ മൂന്നക്ക സംഖ്യയാണല്ലോ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ 900 കൊടുക്കുക. പിന്നെ ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ അറിയുമ്പോൾ എന്താണ്? ഇവിടെ 1 കൊടുത്തിട്ട് ബാക്കിയുള്ള മുത്തുകളൊക്കെ 1 ഇവിടേക്കും കൊടുക്കുക അല്ലേ? അപ്പം 108 അല്ലേ? 108 കൊടുക്കുക കേട്ടോ. അപ്പം ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ അറിയുന്ന ഏതാണ്? 108 ആണ് കേട്ടോ. 108 മൂന്നക്ക സംഖ്യ ആ മുത്തുകൾ ഉപയോഗിച്ചിട്ടോ. ഇവിടെ ആണെങ്കിലോ ഇവിടെ 900 കൊടുക്കുക കേട്ടോ. ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ അറിയുമ്പോൾ 900 ആ മുത്തുകൾ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്നത് കേട്ടോ. മനസ്സിലായല്ലോ അല്ലേ? ദെൻ അടുത്തത് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ? പാറ്റേൺ പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പാറ്റേൺ പൂർത്തിയാക്കുക എങ്ങനെയാ? ഇവിടെ 596 597 598 പിന്നെ അടുത്ത എന്താണ്? 599 അല്ലേ? 599 599. പിന്നെ എന്താ വരിക? 599 കഴിഞ്ഞിട്ട് എന്താ? 598 599. ആ സംശയം ഉണ്ടെങ്കിൽ 1 കൂട്ടി വെക്കുക. ഇവിടെ സൈഡിൽ 599 കൂട്ടണം, പിന്നെ 1 9 അടിയിലിടുക. അപ്പം എത്ര? 600 കേട്ടോ. 600 വരിക കേട്ടോ. ചിലരെന്താക്കും? എഴുതി തെറ്റിച്ച് വെക്കും അല്ലേ? അപ്പോൾ ശരിയാക്കി എഴുതുക കേട്ടോ. അപ്പോൾ 600 വരിക കേട്ടോ. ദെൻ അടുത്തത് 102 112 122. അടുത്ത എന്താണ്? 132 142 142. ഓക്കെ ഓക്കെ. അടുത്തത് 123. അടുത്തത് അല്ലേ? 123 234 345 അല്ലേ? അപ്പോൾ ഇതിൽ ഏത് സംഖ്യയാണ്? ഇത് കൂടി വരികയാണല്ലോ അല്ലേ ഈ സംഖ്യ? അപ്പോൾ കൂടി വരുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഈ നമ്പേഴ്സൊക്കെ എങ്ങനെ മനസ്സിലാവുന്നത്? നമുക്ക് ഇതാണ് കൂട്ടുന്നത് എന്നുള്ളത്. നമുക്ക് ഈ ചെറുതെന്ന് ഉണ്ടാക്കുക, വലുത് കുറയ്ക്കുക. ആദ്യത്തെ 2 നമ്പറിൽ നിന്ന് ചെറുതെന്ന് വലുത് കുറയ്ക്കുക. എന്നിട്ട് കുറഞ്ഞു പോവുകയാണെങ്കിൽ അതിങ്ങനെ കുറച്ച് കൊണ്ടുവരിക. ഇനി കൂടിയാണ് പോകുന്നതെങ്കിൽ എന്താണ്? കൂട്ടി കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ്? 112 102 കുറച്ച് നമുക്ക് 10 കിട്ടും അല്ലേ? അപ്പോൾ 10 ആണ് ഇവിടെ എന്താ? കൂടി വരുന്നത് അല്ലേ? അപ്പോൾ 112 10 കൂട്ടിയാൽ 122 122 10 കൂട്ടിയാൽ 132 132 10 കൂട്ടിയാൽ 142. ഇനി അതേപോലെ ഇത് നോക്കിയാൽ 123 234 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ആ സംഖ്യ ഏതാ കണ്ടു? ഇത് ഇങ്ങനെ കൂടി വരിക തന്നെ അല്ലേ? അപ്പോൾ പ്ലസ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത്, കൂട്ടുകയാണ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ 234 123 കുറയ്ക്കുക.
അപ്പോൾ ഈ രണ്ടാമത്തെ സംഖ്യയിൽ നിന്ന് ഒന്നാമത്തെ സംഖ്യ കുറയ്ക്കുക കേട്ടോ. അപ്പോൾ 111 കിട്ടുക. അതിനാണോ ശരിയാവണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്താക്കുക, മൂന്നാമത്തെ സംഖ്യയിൽ നിന്ന് തൊട്ട് മുന്നുള്ള സംഖ്യ കുറയ്ക്കുക. അപ്പം 245 234 കുറച്ചാലും ഇവിടുന്ന് കുറച്ച സംഖ്യ തന്നെയാണോ കിട്ടുക നോക്കുക. അപ്പോൾ ഇവിടെ കുറച്ചപ്പോൾ 111 കിട്ടി, ഇവിടെ കുറച്ചപ്പോൾ 111 കിട്ടി. അപ്പോൾ 111 ഇവിടെ കൂടി വരുന്നത് കേട്ടോ. അപ്പം 345 എന്താണ് 111 കൂട്ടി എന്ത് കിട്ടും, 456 കേട്ടോ. എന്താണ് 456 കിട്ടും കേട്ടോ. അപ്പം 456. പിന്നെ അടുത്ത് എന്തായിരിക്കും, 456 111 കൂട്ടുക അല്ലേ. അപ്പം 456 111 കൂട്ടി എന്ത് കിട്ടും, 567 കിട്ടും കേട്ടോ. 567 കിട്ടും. ഓക്കെ, 567 കിട്ടും. ഇനി അടുത്ത സംഖ്യ ഏതാ, ഈ പാറ്റേൺ എങ്ങനെ എഴുതാം, 986 886 786. ഇത് കുറഞ്ഞ് വരികയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണ്, ആദ്യത്തെ 2 സംഖ്യകൾ എടുക്കുക, എന്നിട്ട് അതിന് വലുതെന്ന് ചെറുത് കുറയ്ക്കുക, എന്നിട്ട് എന്താക്കുക, അത് കുറഞ്ഞ് മൈനസ് ചെയ്ത് പോവുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യുന്നത് എന്താണ്, 986 വലുത് അല്ലേ. അപ്പോൾ 986 നിന്ന് 886 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 100 കിട്ടും കേട്ടോ. അതുപോലെ അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ രണ്ടാമത്തും മൂന്നാമത്തും കൂടി നോക്കുക, വലുതെന്ന് ചെറുത് കുറയ്ക്കുക. അപ്പോൾ 886 786 കുറച്ച് എന്താ കിട്ടുക, 100 തന്നെ അല്ലേ. അപ്പോൾ 100 കുറഞ്ഞ് പോവാണ് അല്ലേ. അപ്പോൾ 986 100 കുറഞ്ഞാൽ 886, 886 100 കുറഞ്ഞാൽ 786, 786 100 കുറഞ്ഞാൽ എത്രയാണ്, 686 അല്ലേ. പിന്നെ എന്താണ്, 686 100 കുറഞ്ഞാൽ എത്രയാണ്, 580. അത് കുറഞ്ഞ് വരികയാണ് കേട്ടോ. കുറയുന്നതാണോ കൂടുകയാണോ നോക്കണം കേട്ടോ. എന്നിട്ടാണ് എന്താക്കേണ്ടത്, പ്ലസും മൈനസും ചെയ്ത് കുറഞ്ഞ് വരുന്നുള്ളത് മൈനസ് എന്താ കുറച്ച് കൊണ്ടുവരിക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് കിട്ടുക. അടുത്ത നോക്കൂ, ഇത് 900 890 880 അല്ലേ. അതും കുറഞ്ഞ് വരിക അല്ലേ. അപ്പോൾ വലുതെന്ന് ചെറുതെടുത്ത് കുറയ്ക്കുക. വലുത് എത്രയാണ്, ഇത് 900 ആണ് അല്ലേ. അപ്പോൾ 900 നിന്ന് 890 കുറച്ച് നോക്കുക. അപ്പോൾ നമുക്ക് 10 കിട്ടും അല്ലേ. അതുപോലെ സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടി നോക്കുക, രണ്ടാമത്തും മൂന്നാമത്തും അല്ലേ. അതിന് വലുതെന്ന് ചെറുത് കുറയ്ക്കുക. അപ്പോൾ 890 880 കുറച്ചാലും 10 അല്ലേ. അപ്പോൾ ഇവിടെ 10 കുറഞ്ഞ് വരിക അല്ലേ. അപ്പോൾ 900 890 880. അടുത്തെന്താ 870. പിന്നെ അടുത്ത എന്തായിരിക്കും 860 കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ഒരു പാറ്റേൺ എഴുതാം കേട്ടോ. 3 സംഖ്യയുള്ള എന്തെങ്കിലും ഒരു പാറ്റേൺ എഴുതാം. ഞാനിപ്പോൾ എഴുതുന്നത് എത്രയാ വെച്ചാൽ 110 എഴുതുകയാണ്. 110 എഴുതി, 110. പിന്നെ എന്താണ് 110 പിന്നെ 120 130 പിന്നെ ഡാഷ്. അപ്പോൾ അടുത്ത് എന്തായിരിക്കും, അവിടെ 10 കൂടി വരിക അല്ലേ. അപ്പോൾ 140 അടുത്തായിരിക്കും. പിന്നെ 150 അല്ലേ. അങ്ങനെ അപ്പോൾ എന്താണ് കൂടി പോകുന്നതാണെങ്കിൽ കൂടി പോവുക, കുറഞ്ഞ് പോവുകയാണെങ്കിൽ കുറഞ്ഞ് പോവുക അല്ലേ. അടുത്ത് ഞാൻ കുറച്ച് പോവാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ 800 പിന്നെ എത്രയാണ് 750 700 എന്ന് വെച്ചോ. അപ്പോൾ അടുത്ത നമ്പർ എത്രയായിരിക്കും, 700. 50 കുറഞ്ഞ് പോവാണല്ലേ. അപ്പം 700 50 കുറച്ചാൽ 650, 650 50 കുറച്ചാൽ 600 അല്ലേ. അങ്ങനെ കുറച്ചും പോയി ഇത് എഴുതുന്നത് നിങ്ങൾക്ക് കിട്ടോ ഈ പാറ്റേൺ. ദെൻ അടുത്തത് എന്താന്ന് നോക്കിയേ, എന്താണ് അടുത്തത്, കളം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കളം പൂർത്തിയാക്കാൻ. അപ്പോൾ 789 കേട്ടോ. ഈ 789 നമ്മൾ 789 ഒന്നുകൾ നെയ്താം. പിന്നെ 78 പത്തുകൾ 9 ഒന്നുകൾ എഴുതുക. പിന്നെ എങ്ങനെ 7 നൂറുകൾ നിങ്ങൾ എഴുതുക കേട്ടോ. 7 നൂറുകൾ 8 പത്തുകൾ 9 ഒന്നുകൾ. ഇതാ പത്തുകളോ ഒന്നുകളൊക്കെ ഉണ്ട് അല്ലേ. 7 നൂറുകൾ 8 പത്തുകൾ 9 ഒന്നുകൾ എഴുതുക. പിന്നെ ഇവിടെ എങ്ങനെ എഴുതാം നമുക്ക്, ഇവിടെ 7 നൂറുകളും 89 ഒന്നുകളും എഴുതുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് പറയുന്ന മെത്തേഡ് വേറെ ഏതാ ചെയ്യുക. എന്താണ് ഇവിടെ പറഞ്ഞ് 7 നൂറുകളും 89 ഒന്നുകളെന്നും പറഞ്ഞു എഴുതുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളെ ചാപ്റ്റർ. അപ്പോൾ സിമ്പിളാണ്, നിങ്ങൾ നന്നായി മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഇത് നിങ്ങൾ പഠിച്ചാൽ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ ഓരോന്നും മനസ്സിലാവുള്ളൂ. അപ്പോൾ മനസ്സിലാക്കി തന്നെ പോവുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ചാപ്റ്റർ ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക്